ഇന്ന് നമുക്ക് സൂറത്തുൽ ഫാത്തിഹയാണ് ഓതാനുള്ളത്. സൂറത്തുൽ ഫാത്തിഹത്ത്. സൂറത്തുൽ ഫാത്തിഹത്ത് അറിയലും അത് മനഃപ്പാടമാകലും ഓതലൊക്കെ നിർബന്ധമാണ്. ഇങ്ങനൊരു സൂറത്ത് വേറല്ല. അങ്ങനെ ഒരു സൂറത്താണല്ലോ അത്. ആ സൂറത്ത് ഓതിയാലേ നിസ്കാരം സഹിയാകൂ എന്നല്ല, നിസ്കാരത്തിന്റെ എല്ലാ റക്അത്തിലും അത് ഓതിയേ പറ്റൂ. അങ്ങനെയുള്ള ഒരു സൂറത്താണല്ലോ സൂറത്തുൽ ഫാത്തിഹത്ത്. ആ ഫാത്തിഹ അതിന്റെ നിയമപ്രകാരം അതിന്റെ മഹ്റജും അതിന്റെ തജ്വീദൊക്കെ അനുസരിച്ചുള്ള പഠനം വേറെ നടക്കുന്നുണ്ട്. അതവിടെ നടക്കട്ടെ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് ഇതിന്റെ തഫ്സീർ സംബന്ധമായിട്ടാണ്. ഈ സൂറത്ത് ഹിജ്റയുടെ മുമ്പ് ഇറക്കപ്പെട്ടതായതുകൊണ്ട് ഇതിന് മക്കിയത്ത് എന്ന് തന്നെയാണ് പേര്. മക്കിയായ സൂറത്താണ്. ഈ സൂറത്തിൽ ആകെ ആയത്തുകൾ 7 ആയത്തുകളാണ്. 7 ആയത്തുകളുണ്ട് ഈ സൂറത്തിൽ. അതുകൊണ്ട് തന്നെ അതിന് അസ്സബുൽ മസാനി എന്നൊരു പേരുണ്ട്. അസ്സബുൽ മസാനി. ഈ സൂറത്തിലെ വാക്കുകൾ 27 വാക്കുകളാകുന്നു. ഈ സൂറത്തിന്റെ ഹർഫുകൾ ശദ്ദ് കൂടാതെയുള്ള ഹർഫുകൾ 141 അക്ഷരങ്ങളും ശദ്ദ് കണക്കിലെടുത്താൽ 155 അക്ഷരങ്ങളുമാകുന്നു. മാലിക്കി മലിക്കി എന്ന് 2 ഖിറാത്തുണ്ട്. ആ ഖിറാത്ത് അനുസരിച്ച് 155 എന്നുള്ളത് 156 ഈ സൂറത്തിന് ഒട്ടനവധി പേരുകളുണ്ട്. ആ പേരുകളുടെ കൂട്ടത്തിൽ വാഫിയത്ത് എന്നൊരു പേരുണ്ട്. വാഫിയത്ത്, ഇത് എല്ലാം വീട്ടി തരുന്നതാകുന്നു എന്നതിന്റെ അർത്ഥം. ഫാത്തിഹത്തുൽ കിതാബ് എന്നും ഇതിന്റെ പേരുണ്ട്. ഇതിന് ഷിഫാ എന്നൊരു പേരുണ്ട്. ഷിഫയാക്കി തരുന്നത്, രോഗം മാറ്റി തരുന്നത്. ഒരു സാധനത്തിന് പേരുകൾ അധികരിക്കൽ അതിന്റെ മാഹാത്മ്യത്തെയാണ് കുറിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൂറത്തിന് ഒട്ടനവധി മാഹാത്മ്യമുണ്ട്. ആ മാഹാത്മ്യത്തിൽപ്പെട്ടതാണ് എന്ത്, ഈ സൂറത്ത് ഒരാള് എല്ലാ ദിവസവും ഓതൽ നിർബന്ധമാണ്. ചുരുങ്ങിയത് 17 വട്ടം ഓതൽ നിർബന്ധമാണ്. ഓതാതിരുന്നാൽ പറ്റില്ല, അത്ര നിർബന്ധമാണ്. അങ്ങനെ ഒരു സൂറത്ത് വേറല്ല. അത് ആ സൂറത്തിന്റെ ഒരു പ്രത്യേകതയാണല്ലോ. ഈ സൂറത്തിനെ 2 തിരിക്കപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ ആദ്യ ഭാഗം ഇവൻ അള്ളാഹുവോട് അള്ളാഹുവിനെ മദ്ഹ് ചെയ്തുകൊണ്ടാണ്ട് അടുക്കുകയാണ്. അൽഹംദു അർറഹ്മാനെ കോതിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇവന് ആവശ്യമുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് അപേക്ഷ സമർപ്പിക്കുകയാണ്. അപ്പൊ 2 ഘട്ടം ഈ സൂറത്തിനുണ്ട്. അള്ളാഹു ഈ സൂറത്തിനെ അതിന്റെ മായനകളൊക്കെ മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാല്ലീൻ. ആമീൻ. സദഖല്ലാഹു മൗലാനൽ അലിയുൽ അളീം വസദഖ വബല്ലഗ റസൂലുഹുൻ നബിയുൽ കരീം വനഹ്നു അലാ ദാലിക മിനശ് ശാഹിദീന ശാകിരീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ തിരുനാമം ഉച്ചരിച്ചുകൊണ്ട് നമുക്ക് ഇത് ആരംഭിക്കാം. അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ഈ ലോകത്തും പരലോകത്തും ധാരാളമായിട്ട് ലഭിക്കുമാറാകട്ടെ.
എന്നെന്നും അത് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിഭാഗത്തിൽ, അതിന് അർഹരായ വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി, എല്ലാ സ്തുതിയും അള്ളാഹുവിനാകുന്നു. റബ്ബിൽ ആലമീന, സർവ ലോകത്തെയും സർവ ലോക വസ്തുക്കളെയും പരിപാലിക്കുന്നവനാകുന്നു. അങ്ങനെയുള്ള അള്ളാഹുവിന് മാത്രമാകുന്നു എല്ലാ സ്തുതിയും, മറ്റാർക്കുമല്ല. അർ റഹ്മാനി, അവൻ ഈ ലോകത്ത് അവനെ അനുസരിക്കുന്നവർക്കും അവനെ ധിക്കരിക്കുന്നവർക്കും എല്ലാവർക്കും കാരുണ്യം നൽകുന്നവനാകുന്നു. എന്നാൽ അർ റഹീം, അവൻ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക്, അവന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പരലോകത്ത് അറ്റമില്ലാത്ത അതിർത്തിയില്ലാത്ത കരുണ നൽകുന്നവനാകുന്നു. ഇങ്ങനെയുള്ള അള്ളാഹുവിനാകുന്നു, അങ്ങനെയുള്ള റബ്ബുൽ ആലമീനാകുന്നു എല്ലാവിധ സ്തുതിയും ഒന്നൊഴിയാതെ മുഴുവൻ. മാലിക് യൗമിദ്ദീൻ, അവൻ അവസാന നാളിന്റെ ഉടമയാകുന്നു. ദീനനുസരിച്ച് നടന്നതിന് പ്രതിഫലം നൽകപ്പെടുന്ന ഒരു ദിവസമുണ്ട്, അതിന് യൗമുദ്ദീൻ എന്ന് പറയും. ആ ദിവസത്തിന്റെ മാലിക്, ആ ദിവസത്തിന്റെ മലിക്ക് അള്ളാഹു ആകുന്നു. ഇയ്യാക്ക, നിനക്ക് മാത്രം നഅ്ബുദു, ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, മറ്റാർക്കും ഇബാദത്ത് ചെയ്യുന്നില്ല. വ ഇയ്യാക്ക, നിന്നോട് തന്നെ നസ്തഈനു, ഞങ്ങൾ സഹായം തേടുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും പരമമായി ആവശ്യപ്പെടാനുള്ള കാര്യം ഇതാണ്: യഹ്ദിന, ഞങ്ങളെ നീ ചേർക്കണേ, ചേർത്ത ഞങ്ങളെ നീ നിലനിർത്തണേ, അസ്സിറാത്തുൽ മുസ്തഖീമ, ചൊവ്വായ മാർഗത്തിൽ, വളവും തിരിവുമില്ലാത്ത ശരിയായ പാതയിൽ ഞങ്ങളെ നീ സ്ഥിരമായി നിലനിർത്തണേ, അതിലേക്ക് ഞങ്ങളെ നീ ചേർത്ത് തരണേ. അഥവാ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, ആരുടെ മേലെല്ലാമാണോ നീ അനുഗ്രഹം നൽകിയിട്ടുള്ളത് ആ വിഭാഗത്തിന്റെ പാതയിലേക്ക് ഞങ്ങളെ നീ ചേർക്കുകയും ഞങ്ങളെ നീ നിലനിർത്തി തരികയും ചെയ്യണേ. അവരോ ഗൈറിൽ മഗ്ലൂബി അലൈഹിം, ഒരിക്കലും തന്നെ അവർ നിന്റെ ഭാഗത്തിൽ നിന്നുള്ള കോപത്തിന് പാത്രമായവരല്ല. അങ്ങനെയുള്ള നല്ലവരുടെ പാതയിൽ ഞങ്ങളെ നീ ചേർക്കണേ. വലല്ലാലീന, അവർ വഴിപിഴച്ചവരുമല്ല. അപ്പൊ വഴിപിഴക്കാത്ത നല്ലവരുടെ, നിന്റെ കോപത്തിന് പാത്രമാകാത്ത, നിന്റെ ഇഷ്ടത്തിന് പാത്രമായ അനുഗ്രഹീതരായ വിഭാഗത്തിന്റെ പാതയിലേക്ക് ഞങ്ങളെ നീ ചേർക്കുകയും അതിൽ നീ നിലനിർത്തി തരികയും ചെയ്യണേ. ആമീൻ, നീ ഉത്തരം ചെയ്യൂ. അർഹമുറാഹിമായ അള്ളാഹുവേ, പരിശുദ്ധമായ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ചെറിയ നിലക്കുള്ള പഠിക്കലുകളൊക്കെ നടത്തുന്നു. അള്ളാഹുവെ, ഇതിലൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ. അള്ളാഹ്, യാതൊരു വിഷമത്തിലും പെടുത്തരുത് തമ്പുരാനെ. അള്ളാഹുവെ, നിന്റെ പരിശുദ്ധമായ ഖുർആനിന് അനുയോജ്യമായ രൂപത്തിലുള്ള ഒരു ദർസ് നടത്താനോ മനസ്സിലാക്കാനോ ഞങ്ങൾക്ക് സാധ്യമല്ല. എന്നാലും നീ നൽകിയ ഇൽമ് നിന്റെ മഹലായ ഫളൽ കൊണ്ട് കിട്ടുന്നതാണ്. അള്ളാഹുവെ, ഇതിലൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ. അള്ളാഹ്, ഞങ്ങൾ ഈ പറയുന്നതിലും ഞങ്ങൾ ഈ കേൾക്കുന്നതിലും പഠിക്കുന്നതിലൊക്കെ അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ നല്ല പ്രതിഫലം നൽകുകയും അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ തട്ടുമുട്ടുകളും മാറിക്കിട്ടാനുള്ള കാരണമാക്കി തരികയും ചെയ്യണേ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, രോഗികളുടെ രോഗമൊക്കെ മാറ്റിത്തരണേ. ദാരിദ്ര്യം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, ദാരിദ്ര്യമൊക്കെ നീക്കിത്തരണേ. പടച്ചവനെ, അഭിമാനം നഷ്ടപ്പെടാത്ത രൂപത്തിൽ ഒരുപാട് കാലം നിന്റെ ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാനോ അങ്ങനെ മറ്റു പലർക്കും വഴികാട്ടി കൊടുക്കാനും അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ. അള്ളാഹുവെ, മറ്റുള്ളവന്റെ മുന്നിൽ കൈകാട്ടേണ്ടി വരുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നൽകരുത്. അഭിമാനം നഷ്ടപ്പെടുത്തരുത്. ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ബന്ധത്തിലൊക്കെ നീ ഐക്യവും സന്തോഷവും നിലനിർത്തണേ. ഈ പരിശുദ്ധമായ സൂറത്തിന്റെ ബഹുമതി കൊണ്ട് ഞങ്ങളെ നീ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും വിജയിക്കുന്നവർക്ക്, മുത്തഖീങ്ങൾക്ക് നീ നൽകുന്ന നല്ല പ്രതിഫലം ഞങ്ങൾക്കെല്ലാം നൽകുകയും ചെയ്യണേ. ഞങ്ങളെല്ലാം മാരകമായ രോഗത്തിൽ നിന്ന്, എല്ലാ പരീക്ഷകളിൽ നിന്നും രക്ഷപ്പെടുത്തണേ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലാക്കുകയും അവസാനം ഈമാനോടുകൂടെ മരിപ്പിക്കുകയും
അങ്ങനെ മുത്തഖീങ്ങൾക്ക് നീ നൽകുന്ന കനപ്പെട്ട പ്രതിഫലം ഞങ്ങൾക്കെല്ലാം നീ നൽകുകയും ചെയ്യണേ തമ്പുരാനെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി